ശിവപ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിരോധം? ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലെ 4 സർവകലാശാലകളിൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. ഇത് കേരളത്തിലെ SFI ഏതെങ്കിലും ഒരു സമരം മാത്രമായി നിങ്ങളിതിനെ കാണരുത്. ഇത് SFI നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായ മുഴുവൻ മനുഷ്യരും, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നവർ, അവരുടെ രക്ഷിതാക്കൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണഫലം അനുഭവിക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എല്ലാവരും ചേർന്നുള്ള ഐക്യസമര മുന്നണിയാണ്. ഇന്നില്ലെങ്കിൽ പിന്നെ ഇല്ല. നമ്മൾ ഉന്നത ശക്തമായ ഒരു സമരം തുടരുമ്പോൾ പോലും ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് എങ്ങോട്ടേക്കും മാറിയിട്ടില്ല. ഇവിടുത്തെ രജിസ്ട്രാർ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകും. അദ്ദേഹത്തിന് മാറാൻ കഴിയില്ലല്ലോ. അദ്ദേഹം RSS അല്ലേ. RSSകാരന് എന്ത് ബോധമുള്ളത്? ആടിനെന്ത് ആടലോടെ എന്ന് പറയുന്ന പോലെയാണ് RSSകാരന് എന്ത് ബോധം? RSSകാരന് വല്ല ബോധമുണ്ട്? വല്ല ബോധമുള്ളവൻ RSSൽ പോകും. അങ്ങനെ ഒരു ബോധമില്ലാത്തതുകൊണ്ടല്ലേ ഗവർണർ RSSകാരനായത്. ആ ബോധമില്ലാത്ത RSSകാരനായ ഗവർണറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പൊ സമരത്തിന് ചൂട് അദ്ദേഹം അറിയട്ടെ. കണ്ടതുപോലത്തെ പ്രതിഷേധം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം ഗോവൻ കടൽ തീരത്തേറ്റ കാറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഗോവയുടെ കടൽ തീരത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ തെക്കുവടത്ത് നടന്നപ്പോൾ അടിച്ച കാറ്റ് മാത്രമേ ഏറ്റിട്ടുള്ളൂ. കേരളത്തിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാറ്റ് അദ്ദേഹം വെക്കാൻ പോകുന്നു. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഈ പോലീസിന്റെ നടപടി ഒരു ജനാധിപത്യപരമായിരുന്നു. സമരമാണ്. പോലീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. പോലീസ് ഇവിടെ തടയും എന്ന് ഉറപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. ആ പ്രഖ്യാപിച്ച സമരം VC ഓഫീസ് ഉപരോധിക്കുക എന്നുള്ളതാണ്. എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസ് ഉപരോധിക്കും തീരുമാനിച്ചു. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് അവർ നടപടി സ്വീകരിക്കും. സ്വാഭാവികമാണ്. ഈ രീതിയിൽ തന്നെ തുടരും സമരം ഈ നിലയിൽ തന്നെ ശക്തമായി തുടരും. ഒരു സംശയം വേണ്ട. ഈ നിലയിൽ തന്നെ അതിശക്തമായ സമരം കേരളത്തിലെ SFI, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളെ മനുഷ്യൻ ഞങ്ങളുടെ സമരത്തിനൊപ്പം. ജനാധിപത്യ സമരം. ആ സമരം മുന്നോട്ട് പോകും. SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത്. ജനാധിപത്യപരമായ സമരമാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തി സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്.